യുമായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ശേഷവും സക്കരിയ നബി അലൈഹിസ്സലാമിന് മുൻപുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ പ്രവാചകൻ കഴുതപ്പുറത്ത് തൻ്റെ ഫാമിലേക്ക് പോവുകയായിരുന്നു. ഉച്ചയോടെ വർഷങ്ങൾക്ക് മുമ്പ് നാശം വിതച്ച ഒരു ചെറിയ പട്ടണത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ ആരും ജീവിച്ചിരിപ്പില്ലായിരുന്നു. തകർന്ന കെട്ടിടങ്ങളും ചുവരുകളും കിണറുകളും മനുഷ്യരുടെ ധാരാളം അസ്ഥികളും അദ്ദേഹം അവിടെ കണ്ടു. പ്രവാചകൻ രാവിലെ യാത്ര ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. സൂര്യൻ്റെ ചൂട് കൂടി വന്നപ്പോൾ ആ പട്ടണത്തിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു. അദ്ദേഹം കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി ഒരു മരത്തണലിലിരുന്നു. അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ തൻ്റെ സഞ്ചിയിൽ നിന്നും പഴങ്ങളെടുത്ത് തിന്നാൻ തുടങ്ങി. കുറച്ചു സമയം അദ്ദേഹം അവിടെ ഇരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ചുറ്റും നോക്കി. പഴക്കം ചെന്ന് പൊട്ടിപ്പൊളിയാറായി നിൽക്കുന്ന ചുമരുകൾ അദ്ദേഹം കണ്ടു. പിന്നീട് ചുറ്റിലും കിടക്കുന്ന അസ്ഥികൂടങ്ങൾ അദ്ദേഹം കണ്ടു. അള്ളാഹു എങ്ങനെ ഇവരെ വീണ്ടും ജീവിപ്പിക്കും? അദ്ദേഹം ജിജ്ഞാസയോടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അള്ളാഹു കേട്ടപ്പോൾ അള്ളാഹു കോപാകുലനാവുകയും തൻ്റെ ശക്തി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അള്ളാഹു മരണത്തിൻ്റെ മലക്കിനെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. മരണത്തിൻ്റെ മലക്ക് പ്രവാചകന്റെ അടുത്തു വന്നു. അള്ളാഹു പറഞ്ഞതുപോലെ പ്രവാചകന്റെ ജീവൻ എടുത്തു. പ്രവാചകൻ ജീവനില്ലാതെ കുറേ കാലം അവിടെ കിടന്നു. അതിനിടയിൽ പ്രവാചകന്റെ കഴുതയും ചത്തുപോയി. ഏകദേശം 100 വർഷം പ്രവാചകൻ അങ്ങനെ മരണപ്പെട്ട് കിടന്നതായി പറയപ്പെടുന്നു. ആ 100 വർഷത്തിനിടയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു ദിവസം പ്രവാചകനെ മരണത്തിൽ നിന്ന് ഉണർത്താൻ അള്ളാഹു തീരുമാനിച്ചു. മരണത്തിന്റെ മലക്കിനെ അദ്ദേഹത്തിനടുത്തേക്ക് വീണ്ടും അയച്ചു. മലക്കെത്തി പ്രവാചകനെ മരണത്തിൽ നിന്നും പുനർജീവിപ്പിച്ചു. പ്രവാചകൻ കണ്ണുകൾ തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. നിങ്ങൾ എത്ര കാലം ഉറങ്ങി? മലക്ക് ചോദിച്ചു. അപ്പോൾ വൈകുന്നേരമായിരുന്നു. പ്രവാചകൻ ഉറങ്ങിയിരുന്നത് ഉച്ചയ്ക്കായിരുന്നു. ഞാൻ 1 ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം ഉറങ്ങി. അദ്ദേഹം ആശയക്കുഴപ്പത്തോടെ മറുപടി പറഞ്ഞു. നിങ്ങൾ 100 വർഷമായി ഉറങ്ങുകയായിരുന്നു, മലക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രവാചകൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വന്നത് അള്ളാഹുവിൻ്റെ ശക്തി കാരണമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് മലക്ക് പ്രവാചകന്റെ കഴുതയെയും ഉണർത്തി. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ജന്മദേശത്തെത്തിയപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു. നഗരം മുഴുവനും മാറിയിരിക്കുന്നു. പുതിയ കടകളും പുതിയ തെരുവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ആരെയും അദ്ദേഹത്തിനും അവർക്കും തിരിച്ചറിയാനായില്ല. ഞാൻ ഉസൈറാകുന്നു, അദ്ദേഹം വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞു. എന്നാൽ അവർ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു അവർക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം അവിടെയിരിക്കുന്ന വൃദ്ധയുടെ അടുക്കൽ ചെന്നു. അവർ അന്ധയാണെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. ഇത് ഉസൈറിൻ്റെ വീടല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ, അവർ പറഞ്ഞു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാലമായി മറന്നുപോയിരിക്കുകയാണ്. 100 വർഷം മുമ്പാണ് അദ്ദേഹം പോയത്. ഈ വൃദ്ധ സ്ത്രീ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ തൻ്റെ വീട്ടുജോലിക്കാരിയായിരുന്നെന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ഞാൻ ഉസൈറാണ്, അദ്ദേഹം അവരോട് പറഞ്ഞു. അള്ളാഹു എൻ്റെ ജീവൻ എടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ 100 വർഷം പിന്നിട്ട് അള്ളാഹു എൻ്റെ ജീവൻ തിരികെ തന്നിരിക്കുകയാണ്. ആ വൃദ്ധ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് ഉറപ്പില്ലായിരുന്നു. അവർ പറഞ്ഞു, അള്ളാഹു ഉസൈറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നിങ്ങൾ ഉസൈറാണെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടാനും എനിക്ക് നടക്കാൻ കഴിയാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രവാചകൻ സമ്മതിച്ചു. അദ്ദേഹം സുജൂദ് ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വിരലുകൾ അവരുടെ കണ്ണിനു മുകളിൽ വച്ച് പതുക്കെ തടവി. എന്നിട്ട് അദ്ദേഹം കൈകളെടുത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശക്തിയാൽ കണ്ണു തുറക്കുക. എന്തൊരത്ഭുതം! അവർക്കിപ്പോൾ എല്ലാം കാണാൻ കഴിഞ്ഞു. പിന്നീടവർ എഴുന്നേറ്റ് പരസഹായമില്ലാതെ നടന്നു. ആ വൃദ്ധയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവർ സന്തോഷത്തോടെ പറഞ്ഞു, അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ ഉസൈറാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവർ പ്രവാചകനോട് അവരുടെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവരൊന്നിച്ച് അടുത്തുള്ള ഇസ്രായേൽ സഭയിലേക്ക് പോയി. 118 വയസ്സ് പ്രായമായ പ്രവാചകന്റെ മകനാണ് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. അയാളുടെ കുട്ടികളും വലിയ കുട്ടികൾ പോലും സഭയുടെ ഭാഗമായിരുന്നു.
ആ വൃദ്ധ സ്ത്രീ ചോദിച്ചു, അദ്ദേഹത്തെ നോക്കൂ, അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പക്ഷേ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അത് നിങ്ങളുടെ പിതാവാണ് ഉസൈർ, അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾ കള്ളം പറയുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു. 100 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചുവരുന്നത്? എന്നെ നോക്കൂ, ആ വൃദ്ധ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പഴയ ജോലിക്കാരിയാണ്. എനിക്ക് മുൻപ് കാഴ്ചയുണ്ടായിരുന്നോ? നീ എന്നെ അവസാനമായി കണ്ടപ്പോൾ എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നോ? നിന്റെ പിതാവ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് നടക്കാനും കാണാനും കഴിയും. പ്രവാചകന്റെ മകൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്റെ പിതാവിന്റെ തോളിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു. നിങ്ങൾക്ക് ആ മറുകു കാണിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം. പ്രവാചകൻ അദ്ദേഹത്തെ മറുകു കാണിച്ചു. അത് തന്റെ പിതാവ് തന്നെയാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നതിൽ എല്ലാവർക്കും സന്തോഷമായി. പ്രവാചകൻ ഉറങ്ങിക്കിടന്നിരുന്ന ആ സമയത്ത് ബാബിലോണിന്റെ ദുഷ്ടനായ രാജാവ് നെബുക്കദ്നേസർ അവരുടെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി തൗറാത്ത് ഗ്രന്ഥത്തിന്റെ എല്ലാ പകർപ്പുകളും നശിപ്പിച്ചു. ലോകത്ത് അവശേഷിച്ചിട്ടുള്ള ഒരേയൊരു തൗറാത്ത് ഗ്രന്ഥത്തിന്റെ പകർപ്പ് മണ്ണിലെവിടെയോ കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് പ്രവാചകന് മാത്രമേ അറിയൂ. അള്ളാഹു വലിയവനാണ്, അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമകൻ പറഞ്ഞു. തൗറാത്ത് ഗ്രന്ഥത്തിന്റെ അവസാന പതിപ്പ് എവിടെയാണെന്ന് ഞങ്ങളോട് പറയാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ. തൗറാത്ത് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവാചകൻ ജനങ്ങളെ കൊണ്ടുപോയി. അദ്ദേഹം അത് പുറത്തെടുത്തു. ആ പകർപ്പ് കണ്ടപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി. അവരത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ്. ആ പുസ്തകം ദ്രവിച്ചു തുടങ്ങിയിരുന്നു. ചുറ്റും കുട്ടികളുമായി പ്രവാചകൻ ഒരു മരത്തണലിലിരുന്ന് ആ പുസ്തകം പകർത്തി എഴുതുകയാണ്. പ്രവാചകൻ ശ്രദ്ധാപൂർവം പഴയ ഗ്രന്ഥത്തിൽ നിന്നും വാക്കുകൾ പകർത്തി ഒരു പുതിയ ഗ്രന്ഥമുണ്ടാക്കി. പിന്നീട് അദ്ദേഹം ഇസ്രായേലിൽ വച്ച് വഫാത്തായി. മാഷാ അല്ലാ, രസകരമായ കഥയായിരുന്നു. അത് 100 വർഷം ഉറങ്ങുക, ഇത് വലിയ അത്ഭുതകരമായ ഒന്നായിരുന്നു. ഇത് അത്ഭുതകരമായ ഒരു കഥയായിരുന്നു. പ്രവാചകൻ ഉറങ്ങിക്കിടന്ന ആ തകർന്ന പട്ടണത്തിന്റെ പേരെന്തായിരുന്നു? ചിലർ അതിനെ സൈറാബാദ് എന്നാണ് പറയുന്നത്. ശരി, ഇനി ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ ഇത്ര കാലം ഉറക്കിയത്? പ്രവാചകൻ ഒരു നിമിഷത്തേക്ക് അള്ളാഹുവിന്റെ ശക്തിയെ സംശയിച്ചതുകൊണ്ടാണ്. എത്ര കാലമായിരുന്നു പ്രവാചകൻ ഉറങ്ങിയത്? അദ്ദേഹം 100 വർഷക്കാലം ഉറങ്ങി. പ്രവാചകൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞോ? ഇല്ല, 100 വർഷക്കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകനെ ആരും തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തെ ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണെന്ന് പറയാമോ? വീട്ടുജോലിക്കാരിയായിരുന്നു. വെരി ഗുഡ്. ഇസ്രായേലിൽ തൗറാത്തിന്റെ ഒരു പകർപ്പ് പോലും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള തൗറാത്തിന്റെ ഒരു പകർപ്പൊഴിച്ച് ബാക്കിയെല്ലാം ബാബിലോണിലെ രാജാവ് നശിപ്പിച്ചു കളഞ്ഞു. ആരാണത് പകർത്തിയെഴുതിയത്? ഉസൈർ നബി. മാഷാ അല്ലാ, എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയായിരുന്നു അമീർ. താങ്ക് യു ബാബ. ഇനി പോയി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബാബ.